ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ രേഷ്മ. അപ്പോൾ സാധാരണ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കോണ്ടൻറ് ഉണ്ടായിരിക്കും, അപ്പോൾ അതുകൊണ്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. പക്ഷേ ഇന്നൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഹാപ്പി ന്യൂസ് എന്നല്ല. ലൈക്ക് ഇന്ന് ജാനുവരി 13 ആണ്, അതായത് എൻ്റെ മാരേജ് കഴിഞ്ഞിട്ട് 1 month ആയിരിക്കാം. ആക്ച്വലി ഞാൻ മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ, ഇതിന് പുറത്ത് പോയിരിക്കുകയാണ്. എനിക്ക് ആക്ച്വലി ബോറടിച്ചു. അപ്പോൾ ബോറടിച്ചപ്പോഴാണ് ഞാൻ കരുതിയത് എനിക്ക് സംസാരിക്കാനായിട്ട് എൻ്റെ 671 സബ്സ്ക്രൈബ്സ് ഉണ്ടല്ലോ, സോ അവരോട് സംസാരിക്കാമെന്ന് കരുതി. ആക്ച്വലി ഞാനൊരു വീഡിയോ ഇടുമ്പോൾ അതിനേക്കാളും കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടോപ്പിക് ഉണ്ട് സംസാരിക്കാനായിട്ട്. ആക്ച്വലി ഇന്ന് ജാനുവരി 13 ആണ്. ഡിസംബർ 13 എൻ്റെ മാരേജ് കഴിഞ്ഞിരുന്നത്. 1 month നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് കുറേ പേര് മീൻസ് കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് വിളിക്കുമ്പോഴും ഒക്കെ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ എല്ലാവരും ചോദിക്കുന്നത്. മാരേജിന് മുമ്പുള്ളതും മാരേജ് കഴിഞ്ഞിട്ടുള്ള ലൈഫ് രണ്ടും ഡിഫറെൻ്റ് ആണ്. പക്ഷേ ഒരു കാര്യത്തിലും ഒരു മാറ്റം ഉണ്ടാകത്തില്ല. മീൻസ് ഇപ്പം നമ്മൾ ലവ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന സ്നേഹവും മാരേജിന് ശേഷം ഉണ്ടാകുന്ന സ്നേഹവും രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷേ നമ്മളിപ്പം ലവ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുമെങ്കിലും നമ്മളങ്ങനെ 24 മണിക്കൂർ ഒരുമിച്ചല്ല ഇരിക്കുന്നത്. പക്ഷേ മാരേജ് എന്ന് പറയും, മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ 24 hours നമ്മൾ ഒരുമിച്ചാണ്. സോ 24 hours എന്നല്ല, മീൻസ് നമ്മൾ ജീവിതകാലം മുഴുവനും നമ്മളിനി ഒരുമിച്ചാണ്. സോ അപ്പോൾ നമുക്ക് കുറേ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ആ ഡിഫറൻസൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ 1 month എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഗുഡ്. ലൈക്ക് കുറച്ചും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മാരേജ് ലൈഫ് എന്താണെന്ന് ലൈക്ക് ഇപ്പം നിതിൻ്റെ അച്ഛനമ്മ ഇവിടെ ഇല്ല, അവർ പുറത്താണ്. സോ ഞാൻ നിതിൻ്റെ അനിയനുമാണ് ഈ വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ഞാൻ ജനിച്ച വീട്ടിൽ എനിക്ക് തന്നെ എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഇതിനു മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാനാണ് 9ാമത്തെ പുത്രി. സോ അത്രയും ഒരു വലിയ ജനസംഖ്യയുള്ള വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ചുരുങ്ങിയൊരു വീട്ടിലോട്ട് വരുമ്പോൾ അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ബട്ട് കാരണം 24 മണിക്കൂറും നമ്മൾ ഒരുമിച്ചാണ് ഇരിക്കുന്നത്. നമ്മൾ പിന്നെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഇതിന് മുന്നേ നമ്മൾ സംസാരിക്കാറുണ്ടായിരുന്നു, മാരേജിന് മുന്നേ. പക്ഷെ ആ സമയത്ത് സംസാരിക്കുന്നതിനേക്കാളും നമ്മളെ ഫോണിലെ കോൺടാക്റ്റിനേക്കാളും നമ്മളിപ്പോൾ ഒരുമിച്ച് ഒത്തിരി കാര്യങ്ങൾ ഇരുന്ന് സംസാരിക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഈ 1 month പ്രശ്നം കൊണ്ടായിട്ടില്ല എന്ന് ഞാൻ കള്ളം പറയത്തില്ല. കുഞ്ഞു കാര്യങ്ങൾക്ക് വഴക്കിടാറുണ്ട്. ആ വഴക്ക് നമ്മൾ സോർട്ട് ഔട്ട് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഇന്ന് ലൈഫ് ഇനി നമ്മുടെ അടുത്ത മുമ്പോട്ടുള്ള ലൈഫ് എങ്ങനെ ആയിരിക്കണമെന്നും നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല. ആ പ്ലാനിങ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സമയം ഇരുന്ന് സംസാരിക്കാറുണ്ട്. ആക്ച്വലി ഈ വീഡിയോ എടുക്കുമ്പോഴത്തേക്കും നിതിൻ്റെയും കൂടെ ഇരുത്തി എടുക്കണമെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ നിതിനൊരു അത്യാവശ്യമായിട്ട് പുറത്തു പോയിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒറ്റയ്ക്ക് എടുക്കേണ്ടി വരുന്നത്. ഈ 1 month എനിക്ക് എന്തെങ്കിലും സങ്കടം മീൻസ് ഒരു വിഷമം തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വിചാരിക്കുമ്പോഴൊക്കെ എൻ്റെ അമ്മേനെ മീൻസ് നമ്മൾ പെൺകുട്ടികളാകുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലിയിൽ നമ്മൾ എൻ്റെ മാറി നിന്നിട്ടാണ് വേറൊരു വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ വിഷമങ്ങൾ കാര്യങ്ങളൊക്കെ തുടക്കത്തിലല്ല എനിക്കെപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ എനിക്ക് അമ്മേനെ കാണണമെന്നൊക്കെ തോന്നുമ്പോഴൊക്കെ മാക്സിമം ഞാൻ കൊണ്ടുപോകാറുണ്ട്. എങ്ങനെയുണ്ട് മാരേജ് ലൈഫ്? ആഫ്റ്റർ മാരേജ് എന്ന് പറയുമ്പോൾ കൊള്ളാം, കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നുണ്ട് ഇതുവരെ. കൊള്ളാം ഗൈസ്, എല്ലാവരും കെട്ടണം. പിന്നെ നന്നായിട്ടുണ്ട്. നമ്മുടെ ലൈഫൊക്കെ കുറച്ചുകൂടെ ഈസി ആവുന്നൊന്നും പറയുന്നില്ല. നമ്മളെടുക്കുന്ന ഡിസിഷൻസിന് കോംപ്ലിക്കേറ്റ് ആകുമ്പോൾ നമുക്കും ഡിസിഷൻ എടുക്കുമ്പോൾ നമ്മുടെ പാർട്ട്ണറിനോട് ഒന്ന് ആലോചിക്കുക. സീരിയസ് ആയിട്ട് സംസാരിക്കണ്ട, ഫണ്ണി ആയിട്ട് സംസാരിച്ചു. മക്കളെ പെട്ട് ആഫ്റ്റർ മാരേജ് ഇത്ര ഫണ്ണി വേണ്ട. ഒരു വിചാരം ഉണ്ടായിരുന്നല്ലോ മാരേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഇതാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കില്ല. അതുപോലെയാണോ മാരേജ് ലൈഫ്? അല്ല. മാരേജിന് മുന്നേ നമ്മൾ എങ്ങനെയായിരുന്നു, മാരേജിന് ശേഷം നമ്മൾ എങ്ങനെയായിരുന്നു? മാരേജിന് മുമ്പ് എന്ന് പറയുമ്പോൾ ഒരടി ഉണ്ടായിരിക്കാൻ നമുക്ക് സോർട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. രണ്ട് സ്ഥലത്തായിരിക്കും. പക്ഷെ ഇതാവുമ്പോൾ അടി നടന്ന ഓൺ ദ സ്പോട്ടിൽ ഒന്നുകിൽ അടി കൊടുത്ത അടി മേടിക്കും,
അല്ലെങ്കിൽ അതവിടെ സോൾവ് ആകും. പിന്നെ ഉള്ളി കിലോ എത്ര രൂപയാണ്, അരി എത്ര രൂപയാണ്, പിന്നെ ഓരോ സാധനത്തിൻ്റെ വിലകൾ നമ്മളിനി പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അങ്ങനെ വരും. ലൈഫിന് കുറച്ചുകൂടെ മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കല്യാണം കഴിക്കുക. സിംഗിളായിട്ടിരുന്നിട്ട് കാര്യമില്ല കേസ്. ഇതുവരെ സിംഗിളായിട്ട് നടന്ന് കുറേ എൻജോയ് ചെയ്തു. എല്ലാം ത്തിന് ഒരു ഓപ്പോസിറ്റായിട്ടാണ് ആഫ്റ്റർ മാരേജ് വരുന്നത്. നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ ഗൈസ്. ഗൈസ്, അപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുക. നമ്മുടെ രാജ്യത്തിന് നല്ലൊരു മുതൽക്കൂട്ടാവുക. ഓക്കെ, അപ്പോൾ 1 month ബി സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇനി എത്രയോ വർഷങ്ങൾ കംപ്ലീറ്റ് ആക്കാൻ കിടക്കുകയാണ്. ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ, എപ്പോഴും സ്നേഹിക്കുക. വാട്ട് എവർ ഇറ്റ് ഈസ്, എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമേ ഉള്ളൂ. പ്രശ്നങ്ങളുണ്ടാവും, അറിയാൻ തോന്നും, എല്ലാം തോന്നും. പക്ഷെ എന്ത് ചെയ്യുക, പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ 1 month വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ കാണുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ബൈ.